വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ സിസ്റ്റർ ഇങ്ങോട്ട് വരുന്നുണ്ട് എറണാകുളത്ത്. അപ്പോൾ കുറച്ച് വലിയ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അവൾ വരുന്നത്. വഴി എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങളെല്ലാവരും കൂടി ഷോപ്പിങ്ങിനുള്ള പരിപാടിയിലോട്ട് പോവാണ്. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് എമ്പുരാൻ്റെ മൂവിക്കാണ്. ഫസ്റ്റ് ഡേ വേണമെന്ന് ബുക്ക് ചെയ്യാനിരുന്നതായിരുന്നു, പക്ഷേ ഇവളൂടി വരുന്നെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ബുക്കിംഗ് ഓൺ ചെയ്യാതെ വെയിറ്റ് ചെയ്തുള്ളൂ വരുന്നുണ്ട്. അങ്ങനെ സിനിമ കാണാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പി വി ആറിലാണ് ഫിലിം ബുക്ക് ചെയ്തത്. പി വി ആറിൽ PXL. അങ്ങനെ 4 കൂടി ഫിലിം കാണാൻ കയറി. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് കുഴപ്പമില്ലാത്തൊരു ആവറേജ് മൂവിയായിട്ടാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടൊക്കെ കഴിഞ്ഞ് ബ്രേക്ക് ആയപ്പോഴത്തേക്കും പോപ്കോൺ വാങ്ങാനായിട്ട് ഇറങ്ങി. പോപ്കോൺ വാങ്ങാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല വിശന്നിട്ടാണ് വാങ്ങാൻ പോയത്, പക്ഷേ റേറ്റ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ വിശപ്പ് എല്ലാവരുടെയും പോയി. അങ്ങനെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ സഹിച്ചിരുന്നു. അങ്ങനെ ഇവർ ട്രേഡിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സീരിയസ് ആയിട്ട് ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു നോക്കാനൊരു മൂഡില്ല, ഫിലിമിൻ്റെ ഒരു മൈൻഡിലാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സിനിമ കാണാൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് കയറി പിന്നെ ചുമ്മാ കുറേ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയൊക്കെ ഉള്ളൂ. ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ഓടി ഷെഫ് പിള്ളയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ഫുഡ് മെയിനായിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊന്നും ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹൈപ്പറിൽ പോയി കുറച്ച് ഭക്ഷണം വാങ്ങി കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോറമിൽ നിന്ന് ഇറങ്ങി ന്യൂക്ലിയസ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയസ് മാളിൽ പോയി അവർക്ക് വേണ്ട കുറേ സാധനങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വലുതായിട്ട് സമയവും ഇല്ല. അന്നേ പിന്നെ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡെക്കാത്ലോണിൽ നമുക്ക് ബാഗൊക്കെ നോക്കണമായിരുന്നു, ഷൂ ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെക്കാത്ലോണിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ സാധനത്തിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിനകത്തൊക്കെ ഞാൻ കയറി, സൈക്കിളിൽ കയറി, പിന്നെ ഷട്ടിൽ കളിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബാഗ് എടുത്തു. ലാസ്റ്റ് ബാഗ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വേണ്ടത് കൊണ്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സൊക്കെ വാങ്ങി. എന്തൊക്കെയോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ നമ്മുടെ ഫുഡ് കോർട്ടുണ്ട് കുണ്ടന്നൂരുള്ള. ആ ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ഞങ്ങൾ എന്താ കഴിക്കേണ്ടതെന്ന് കുറേ നേരം ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് പാനിപൂരി കഴിച്ചു. പാനിപൂരി ഞാനങ്ങനെ പേഴ്സണലി കഴിക്കത്തൊന്നുമില്ല, എങ്കിൽ പോലും ഞാനും ഒരെണ്ണം കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബോബയുടെ മാംഗോയുടെ ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അടുത്ത ഫുഡ് ഓർഡർ ചെയ്ത് വരാതെ ആരും കഴിക്കാൻ പാടില്ല എന്നാണ്. അതിങ്ങനെ നോക്കിയിരുന്ന് ലാസ്റ്റ് ഞങ്ങളുടെ കുറേ നേരം വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ ഫുഡ് വന്നു. ഇവളൊരു പാസ്റ്റയും പിന്നെ ഞാൻ പെരി ഒരു മോമോസ് കഴിച്ചു. ഭയങ്കര എരിവായിരുന്നു. എരിവ് കൊണ്ട് ആകെ ഞാനൊരു 2-3 അങ്ങാണ്ടേ കഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തൊരു റൂം എടുത്തിട്ടാണ് നിന്നത്. അടുത്തുള്ള എൻ്റെ അവിടെ വൈറ്റിലെ തന്നെയുള്ള കുണ്ടന്നൂർ ഭാഗത്ത് തന്നെയുള്ളൊരു അവിടെ തന്നെ കയറി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. ഇത് ഡേ 2 ആണ് ഗൈസ്. ഞങ്ങൾ 2ാമത്തെ ദിവസവും പർച്ചേസിങ് തീരാത്തതുകൊണ്ട് അന്നും ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു വേണ്ടി എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് ഈ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2ാമത്തെ ദിവസവും എൻ്റെ ട്രേഡുകളെല്ലാം നഷ്ടമായി. ഞാൻ ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ പോകുന്നത് MG റോഡ് മേനക ഭാഗത്താണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോയത്. വെയിൽ കൊണ്ടുള്ളത് മാത്രമായിരുന്നു മിച്ചം. അത് കഴിഞ്ഞ് സ്ട്രീറ്റിൽ കൂടി പോയപ്പോൾ ഒരു മിറർ വാങ്ങാൻ കയറിയതാണ്. സെൽഫി സ്റ്റിക്ക് കണ്ടപ്പോഴത്തേക്കും അതെടുത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു, പക്ഷേ എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അത് കഴിച്ചിട്ടിങ്ങനെ പോന്നു. ഇന്നത്തെ ഷോപ്പിംഗ് അപ്പോൾ ഏകദേശം കഴിഞ്ഞ് ഇനി ഫുഡൊക്കെ കഴിക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. പിന്നെ ട്രേഡ്സ് 2 ദിവസമായിട്ടൊന്നും നോക്കണില്ല. ഇന്നലെ നോക്കിയിട്ടില്ല, ഇന്നും നോക്കിയിട്ടില്ല. ചാർട്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് ടാർഗറ്റ് വെക്കണം. പക്ഷേ എനിക്കിപ്പോൾ 50 മിനിറ്റ് 30 മിനിറ്റ്സിലൊക്കെ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും അത് പ്ലേസ് ചെയ്തിട്ട് പോകാൻ ചെറിയൊരു പേടിയുള്ളത് കൊണ്ട് ഞാൻ അധികം ചെയ്യാറില്ല. ഇപ്പോൾ ഞങ്ങൾ മേനക MG റോഡ് ഈ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് ഗൈസ്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇവക്ക് വേറെ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ പോരാ. ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു, വെറുതെ അവിടെ നിന്നൊക്കെ എടുത്തു എന്നുള്ളൊരു രീതിയായിപ്പോയി. ഇവിടെ ആണെങ്കിൽ ഡ്രസ്സിനാണെങ്കിൽ വെറും 69 രൂപ. ഈ ഷോർട്സില്ലേ, നമ്മൾ വീട്ടിൽ ഇടുന്ന ഈ ഷോർട്സിന് 69 രൂപ. ഞാൻ ആദ്യം വെച്ച് 79 എന്നാണ്, പക്ഷേ അല്ല, ഇതിന് 69 ഗൈസ്, 69. പിന്നെ അവിടെയൊക്കെ ഞങ്ങൾ നോക്കി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു, ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ടോപ്പ് അങ്ങനെ എന്തൊക്കെയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിശപ്പ് സഹിക്കാൻ വയ്യത്തോണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വേഗം ഒരു 3:30 ആകട്ടെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞങ്ങൾ അറേബ്യൻ പാലസിൽ പോയിട്ട് മന്തി കഴിച്ചു. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചാൽ ക്ഷീണത്തിൽ, മന്തി കഴിച്ചാൽ അറിയാലോ നമ്മളെല്ലാവരും ഉറക്കത്തിലോട്ട് പോകും. പക്ഷേ ഞങ്ങൾക്ക് ഉറക്കത്തിലോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ ഉണ്ടല്ലോ, സൂര്യാഘാതം വല്ല വേക്കും അതേപോലത്തെ വെയിൽ. പിന്നെ കാറ് കയറി കുറച്ച് ആശ്വാസം കിട്ടും. അങ്ങനെ പിന്നെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ആഗോളം കഴിഞ്ഞ്
MG റോഡ് പോവാണ്. നല്ല പല്ലുവേന എടുക്കുന്നുണ്ടോ. എനിക്ക് വായുടെ കൂടെ ഒരു പ്രോഡുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഫുഡ് കഴിക്കുന്ന ഈ സൈഡ് കൊണ്ടാണ് ഗൈസ്. ഇതും കൊണ്ട് കഴിക്കുന്നില്ല. ഇതും കൊണ്ട് കഴിച്ചാൽ എനിക്ക് വേദന വരുന്നതുകൊണ്ട് ഞാൻ ഇതും കൊണ്ടാണ് കഴിക്കണത്. ശരിക്കും അങ്ങനെ കഴിക്കാതിരിക്കുമ്പം ഈ സൈഡിൽ നമ്മുടെ ജോയിൻറ്റ് പെയിൻസിന് ഒരു ഭയങ്കര വേദന വരും. കാരണം എന്ന് പറഞ്ഞാൽ ഈ സൈഡും കൊണ്ട് മാത്രമല്ല നമ്മൾ ചവയ്ക്കണം. അതുകൊണ്ടായിരിക്കാം. എപ്പോഴും ഞാൻ ഇപ്പം എനിക്കിവിടെ വേദന വരാറുണ്ട്, ഇവിടെ വരാറില്ല. കാരണം ഇത് സൈഡ് കൊണ്ടാണ്. ഈ സൈഡ് കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഈ വെപ്പുപല്ല് വെക്കേണ്ടി വരും. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഫുഡൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാമെന്ന് വെച്ചപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ലിസ്റ്റിൽ ഷൂസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ ഇവക്ക്. അങ്ങനെ സ്റ്റുഡിയോയിൽ വന്ന് 2 ഷൂ എടുത്തു. എനിക്കൊന്നല്ല, അവൾക്ക് 2 ഷൂ എടുത്തു. ഇനിയും വീട്ടിൽ പോവാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഈ ലഗേജ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു 2-3-5 ഡേയ്സ് ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും. വീട്ടിലായിരിക്കും ഇങ്ങനെ ട്രേഡ്സും ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കാണുന്നത്. ഇപ്പം നമ്മൾ കറൻ്റ് പാലാരിവട്ടം എടപ്പള്ളി ഭാഗത്തുള്ള സ്റ്റുഡിയോയിൽ നമ്മൾ കയറിയത്. ഇനി പോവാണ്. ഇനി എന്തെങ്കിലും ഒന്ന് കുടിക്കണം, ഭയങ്കര ദാഹം. അത് കഴിഞ്ഞ് 4 മണിക്ക് ട്രെയിൻ കയറി വീട്ടിൽ പോകും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസവും സ്റ്റുഡിയോ കയറിയിട്ട് എന്താ വാങ്ങുന്നത്? ഞാനാണെങ്കിൽ എനിക്കൊരു കാജൽ നോക്കി, കാജൽ എഴുതി നോക്കിയിട്ടാണ് എടുക്കുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമ്മളധികം നോക്കിയില്ലെങ്കിൽ എടുത്തു. പിന്നെ അവളവിടെ നിന്ന് എന്തൊക്കെയോ സ്പ്രേ ഒക്കെ മണപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പം വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് H&M നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ H&M കയറിയിട്ട് ഇവക്ക് ടോപ്പ് എടുക്കണമായിരുന്നു. പിന്നെ എന്തോ ആക്സസറീസൊക്കെ നോക്കാനായിട്ട് കയറി. ഞാൻ അവിടെ ഒരു തൊപ്പി കണ്ടു. എനിക്ക് ആ തൊപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് രസമല്ലേ. അത് ഞാൻ പിന്നെ ചരിഞ്ഞ് നിന്ന് ഫോട്ടോ എടുത്തു. എവിടെ പോയാലും ഒരു മിറർ സെൽഫി മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് മിററിൽ കുറച്ച് വീഡിയോയും കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. അതിങ്ങനെ ചരിച്ച് വെച്ച് നോക്കി, തിരിച്ച് വെച്ച് നോക്കി. പിന്നെ അവൾ എന്തോ ആക്സസറീസൊക്കെ എടുത്തിട്ട് വന്ന് അതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചിലവർ ഇൻട്രോവേർട്ടുകളുണ്ട്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ പീക്ക്, ക്യാമറയുടെ മുന്നിൽ വരില്ല, ഫോട്ടോ എടുക്കാൻ മടി, പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അല്ലേ ഷിഫാസേ? ഇവിടെ നോക്കുവോ? ഇവിടെ മുടിയൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് മുടിയൊക്കെ വെട്ടി എൻ്റെ ഇപ്പം ഇത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. എൻ്റെ ഇത്രേ ഉള്ളൂ അല്ലേടാ? ഇച്ചിരി കൂടുതൽ എൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് എറണാകുളത്തിനോട് വിട പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്നു. ബാക്ക് ടു വീണ്ടും ഞാൻ എറണാകുളത്ത് വരും. ഓക്കെ. ട്രാഫിക് കൂടുതലായതുകൊണ്ടും നമ്മുടെ സമയം 4 മണി ട്രെയിനാണ് പോകേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം മെട്രോയിൽ കയറി സൗത്തിൽ വന്ന് സൗത്തിൽ നിന്നാണ് ഞങ്ങൾ പോകാൻ നിൽക്കുന്നത്. അപ്പം വൈറ്റിലെ മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സമയമായപ്പോൾ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെട്രോയിൽ കയറാം. എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾ മെട്രോയിനകത്ത് കയറിയപ്പോൾ സീറ്റൊക്കെ കിട്ടിയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വേഗം സൗത്ത് എത്തി. അടുത്തല്ലേ, അപ്പം സൗത്ത് എത്തി. ഞങ്ങൾ വേഗം തന്നെ ഞങ്ങളുടെ സമയം വേഗം ലേറ്റ് ആയതുകൊണ്ട് ഓടി ട്രെയിനിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി. എന്തൊരു യാത്രയായിരുന്നു. അങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അവൾ വണ്ടിയിലാണ്, വണ്ടി എടുക്കാനായിട്ട് പോയി. അപ്പം ഹരിപ്പാട് സ്റ്റേഷനാണിത് കേട്ടോ. ഹരിപ്പാട് സ്റ്റേഷനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെ നോക്കിയിട്ട് ഹായ് എൻ്റെ സ്ഥലം. കുറേ നാളായി ഞാൻ വന്നിട്ട് എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഒരു 2-3 വട്ടമെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ട്രാവലിങ്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്നു. പക്ഷേ ഇന്ന് ഭയങ്കര ടയേർഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും സീ യു, ടാറ്റാ, ബൈ.